അപ്പോൾ ഈ ഒരു ഉദാഹരണമായിട്ട് തൃശ്ശൂർ നഗരത്തിൽ ഏതൊക്കെ തരത്തിൽ ഐഡൻറ്റിറ്റി ഉണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ പലവിധ ഐഡൻറ്റിറ്റികളുണ്ട്. അതിൽ ഒരു ഐഡൻറ്റിറ്റിയാണ് അവിടുത്തെ ക്രിസ്ത്യാനികളെന്ന് പറയുന്നത്. ആ ക്രിസ്ത്യാനികൾ തന്നെ വീണ്ടും പല പല ഐഡൻറ്റിറ്റികളാണ്. അവിടെ കൽദായ ഐഡൻറ്റിറ്റി ഉണ്ട്, കൽദായ ക്രിസ്ത്യൻസ്, അതുപോലെ RC എന്ന് പൊതുവെ അറിയപ്പെടുന്ന, അതിൽ തന്നെ സിറിയൻ ക്രിസ്ത്യന്, ലാറ്റിൻ ക്രിസ്ത്യന് എന്നൊക്കെ പറഞ്ഞത് വീണ്ടുമുണ്ട് ഐഡൻറ്റിറ്റികൾ. പിന്നെ CSI ഉണ്ട്, ജേക്കബൈറ്റ് ഉണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, പെന്തക്കോസ്റ്റ് ഉണ്ട്. അതുപോലെ പുതുതായിട്ട് കുറേ കൾട്ടുകളുമൊക്കെ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റിയിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോ ഐഡൻറ്റിറ്റികൾ തന്നെയാണ്. ഈ ഓരോ ഐഡൻറ്റിറ്റികളെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അവരുടെ താല്പര്യങ്ങൾ എന്താണ്, അവരുടെ ആചാരങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാതെ പോയാൽ, അതുപോലെ ഓരോ ഐഡൻറ്റിറ്റിക്കും അവർക്ക് റിസോഴ്സസ് തുല്യമായിട്ട് കിട്ടുന്ന സാഹചര്യം ഉണ്ട് എന്ന് അവർക്കൊരു തോന്നലുണ്ടാക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രശ്നങ്ങളാണ്. ഈ കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ ഏത് രാഷ്ട്രീയ മുന്നണിയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയാണ് ഏറ്റവും നന്നായിട്ട് ഈ ഐഡൻറ്റിറ്റി സെക്യൂരിറ്റി മാനേജ് ചെയ്യുന്നത് നോക്കാം. ഏറ്റവും നന്നായിട്ട് മാനേജ് ചെയ്യുന്നത് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അങ്ങനെ ഈ ഐഡൻറ്റിറ്റി സെക്യൂരിറ്റി മാനേജ് ചെയ്യാൻ സഹായിക്കുന്നത് അവരുടെ ഒരു മതത്തിലും അവർക്ക് വിശ്വാസമില്ല എന്ന ഒരു പ്രചരണം, അത് വ്യാജ പ്രചരണമാണ്. അടുത്ത കാലത്തൊക്കെ, പണ്ട് കാലത്തൊക്കെ അത് ശരിയായിരുന്നു. പക്ഷേ ഇന്ന് അതൊരു വ്യാജ പ്രചരണമാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരു മതത്തിലും വിശ്വസിക്കുന്നവരല്ല. കാരണം മതം ഒരു കറുപ്പാണ്, മയക്കുമരുന്നാണ് എന്നൊക്കെ പറഞ്ഞ കാൾ മാർക്സ് എന്ന തത്വചിന്തകൻ്റെ ഒരു പിൻഗാമികളാണ്. അല്ലാതെ അത് ഫോളോ ചെയ്യുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകളെന്ന് ഉള്ളൊരു ധാരണയിലാണ്. മതത്തിൽ വിശ്വാസമില്ല ഈ കമ്മ്യൂണിസ്റ്റ് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മതത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് ഐഡൻറ്റിറ്റികൾ കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് ഈ വിജ്ഞാന ശാഖയിൽ പറയുന്നത് പോലെ മാനേജ് ചെയ്യുന്നതിൽ കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ മുൻപിൽ നിൽക്കുന്നത്